Hello guys, Mechanic Blogger team here. 50,000 കിലോമീറ്റർ ഓടിയ ഈ കാറിൻ്റെ എൻജിൻ ഫ്ലഷ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തിനാണ് എൻജിൻ ഫ്ലഷ് ചെയ്യുന്നത്? എൻജിൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ബ്ലോക്ക് വരാതിരിക്കാനും അതേപോലെ എൻജിൻ ബ്ലോക്കിലും സിലിണ്ടർ ഹെഡിലും പിടിച്ചിരിക്കുന്ന ഓയിലിനെ ഓയിൽ പാനിലെത്തിച്ച് ഡ്രെയിൻ ചെയ്യാനും ഓയിൽ ഫ്ലഷിലൂടെ സാധിക്കുന്നു. ഇങ്ങനെ ചെയ്താലും ഡിപ്സ്റ്റിക്കിൽ ബ്ലാക്ക് കളർ കണ്ടിട്ടില്ലേ? ഇതും കൂടെ ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാരേജിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ 3 സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, എൻജിൻ ഫ്ലഷ് എൻജിൻ ഓയിൽ ഒഴിച്ച് നമ്മൾ 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുന്നു. അതായത് കാർ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയും. ഡ്രെയിൻ ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് മിനറൽ ഓയിൽ നമ്മൾ ഒഴിക്കുന്നു. ഇത് ചെയ്യുന്നത് ഓയിൽ ഫ്ലഷ് മാക്സിമം ഒഴിവാക്കുന്നതിനായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡിപ്സ്റ്റിക്കിൽ ബ്ലാക്ക് കളർ കണ്ടിട്ടില്ലേ, അത് ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മൾ മിനറൽ ഓയിൽ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ച് 10 മിനിറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചതിന് ശേഷം ഈ ഓയിലും ഡ്രെയിൻ ചെയ്യുന്നു. അതിന് ശേഷമായിരിക്കും നമ്മൾ ഫൈനൽ ഓയിൽ ഒഴിക്കുന്നത്. ഇവിടെ സെമി സിന്തറ്റിക് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ 5000-ൽ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യും. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 10,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ്. അവരത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 10,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ സെമി സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 5000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് ചെയ്യണം. ഫൈനൽ സ്റ്റെപ്പിലായിരിക്കും നമ്മൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിന് മുൻപായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ ഇതേ കണ്ടില്ലേ, ഓൾമോസ്റ്റ് ഓഫിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ആയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി കാർ ഓഫ് ചെയ്ത് ഫ്ലഷ് എൻജിനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കാസ്ട്രോളിൻ്റെ എൻജിൻ ഫ്ലഷാണ്. 300 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 മിനിറ്റ്സ് സ്റ്റാർട്ടിങ്ങിലിടാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ ടൈം 5:12 ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാർ ഓഫ് ചെയ്ത് എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് മുൻപായി ഡിപ്സ്റ്റിക്ക് എടുത്ത് നമുക്ക് പുറത്ത് വെക്കാം. 45 ഫ്ലവർ ടൈപ്പ് ഷോക്കറ്റാണ് യൂസ് ചെയ്യുന്നത് ഡ്രെയിൻ ബോൾട്ട് ലൂസൺ ചെയ്യാനായി. ഓയിൽ കംപ്ലീറ്റായി ഡ്രെയിൻ ആവുന്നതിനായി നമുക്കൊരു 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഓയിൽ പാനിലെ ഓയിൽ കംപ്ലീറ്റായി ഡ്രെയിൻ ആവുന്നതിനായി ഡ്രെയിൻ പ്ലഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജാക്ക് ഉപയോഗിച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഫിൽറ്റർ ഫൈനൽ സ്റ്റെപ്പിലേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഓയിൽ ഫിൽറ്റർ കേസിലുള്ള ഓയിൽ നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നതിനായി 27 mm സോക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്.
ഈ ഓയിൽ നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. സ്പ്രിങ് റിമൂവ് ചെയ്ത് ഫ്ലഷ് മിക്സായി കിടക്കുന്ന വേസ്റ്റ് ഓയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും 25 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഓവർ ടൈറ്റ് ആവശ്യമില്ല. ഓയിൽ കംപ്ലീറ്റായി ഡ്രെയിൻ ആയിട്ടുണ്ട്. ഡ്രെയിൻ പ്ലഗ് തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം കിട്ടിയ ഓയിലിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാർ ലിഫ്റ്റ് ചെയ്ത ജാക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിനറൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് 3.5 ലിറ്ററാണ്. എൻജിൻ കപ്പാസിറ്റി 3.1 ലിറ്ററും. മിനറൽ ഓയിൽ 15W40 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ മിനറൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 50 മിനിറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ ഇടാം. ഇവിടെ കാണാൻ സാധിക്കും 6:39 ആണ് ഇപ്പോൾ. നമുക്കൊരു 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച മിനറൽ ഓയിലും ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ സെമി സിന്തറ്റിക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മിനറൽ ഓയിലും ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇതിന് മുൻപായി നമുക്ക് ഓയിൽ ഈ ഓറിങ്ങിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രെയിൻ ബോൾട്ട് നമ്മൾ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെക്യൂർ കണക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫിൽറ്ററിൻ്റെ ഫിക്സിംഗ് രീതി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഫിൽറ്റർ ടോപ്പ് ടൈറ്റൻ ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ ടോപ്പിൽ വരുന്ന ഓറിങ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴയ ഓറിങ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഓറിങ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്യൂർ കണക്ഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡ്രെയിൻ ചെയ്ത ഓയിൽ. സെക്കൻഡ് നമ്മൾ മിനറൽ ഒഴിച്ച് ഡ്രെയിൻ ചെയ്ത ഓയിലാണ് ഇത്. സെക്കൻഡ് വണ്ണും ഓൾമോസ്റ്റ് ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. മിനറൽ ഓയിൽ ഒഴിച്ച് സെയിം ടൈം ഡ്രെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻജിനകത്ത് ബാലൻസ് നിൽക്കുന്ന ഫ്ലഷ് മിക്സായ ഓയിൽ കംപ്ലീറ്റ് പുറത്തെടുക്കാനും ഫൈനലായി യൂസ് ചെയ്യുന്ന ഓയിൽ ക്ലീൻ ആയിരിക്കുന്നതിനുമാണ് ചെയ്യുന്നത്. മിനറൽ ഓയിൽ വലിയൊരു കോസ്റ്റ് ആകുന്നുമില്ല. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, സെമി സിന്തറ്റിക് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഗ്രേഡ് എടുത്തിരിക്കുന്നത് 10W40 ആണ്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനിയാണ് ദറ്റ് മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. നമുക്ക് നോക്കാം നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുൻപ് ഡിപ്സ്റ്റിക്കിൽ എത്രത്തോളം ഡാർക്ക് കളറായിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളത്. ബിഫോർ എൻജിൻ ഫ്ലഷ് ആൻഡ് ആഫ്റ്റർ എൻജിൻ ഫ്ലഷ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്സിലും നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത ഓയിൽ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്ലഷ് ഉപയോഗിച്ചെടുത്ത ഓയിലാണ് ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിനറൽ ഓയിലാണ്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിച്ച ഓയിലാണ് തേർഡ് വൺ. ഗൈസ്, അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റിനായത് 3000 റുപ്പീസാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലഷിന് ആവശ്യമായത് ഈ 3 പ്രോഡക്റ്റ്സുകൾ. ഇത് നമുക്ക് 2200 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ 800 റുപ്പീസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻജിൻ കംപ്ലീറ്റായി ക്ലീൻ ആവുന്നു. അതായത് ഫ്ലഷ് നമ്മൾ കംപ്ലീറ്റായി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്യുവർ എൻജിൻ ഓയിൽ പ്യുവർ കളറായി കിട്ടുന്നു. എൻജിൻ ഫ്ലഷ് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ എങ്ങനെ ചെയ്യണം എന്ന എൻ്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലായ കാര്യമാണ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.